ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെതാ നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ രൂപയും കൂടെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ രൂപ പറഞ്ഞു, മോളെ നാളെ നീ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കൂടിയിട്ടൊക്കെ പോവാന്ന് പറയാണ്. അപ്പം എന്തായാലും ഞാൻ കിരണേട്ടനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വന്നോളാം അമ്മയെന്നും പറഞ്ഞ് അവൾ വളരെ സന്തോഷത്തിലെ ഫോൺ വെച്ചു. അതിനുശേഷം കിരണിന്റെ അടുത്ത് പറഞ്ഞു, അതെ നാളെ പോകുന്ന സമയത്ത് മോനെ ഇവിടെ അമ്മയുടെ അടുത്താക്കാം. എന്തായാലും എനിക്ക് മോനെ കാണാതെ ഇരിക്കുമ്പോഴത്തേക്കിനും ഭയങ്കര സങ്കടമായിരിക്കും കിരണേട്ട. ആ സമയം യാത്ര പറയേണ്ടി വരുന്ന ആ ഒരു സമയമൊക്കെ വരുമ്പം എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ എനിക്ക് വലിയ വിഷമമാകുമെന്നൊക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ ചിണുങ്ങുകയാണ്. ആ സമയം നമ്മുടെ കിരണാണെങ്കിലോ കല്യാണിയോട് പറഞ്ഞു, എൻ്റെ കല്യാണി നീ ഇത് എന്തൊക്കെയാ ഈ പറയുന്നത്? ദേ നീ വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ പോകുന്ന ആളാണ്. അതനുസരിച്ചുള്ള ഒരു പക്വതയൊക്കെ നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. എത്രയൊക്കെ വന്നാലും നീ ഡൽഹിയിലും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇനി വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കിനും കുഞ്ഞിനെയും എന്നെയും ഒക്കെ പിരിഞ്ഞിരിക്കേണ്ടി വരും. ആ സാഹചര്യമൊക്കെ നീ അതിജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കല്യാണി അങ്ങ് സ്ട്രോങ് ആക്കുകയാണ് കിരൺ. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശൻ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് നമ്മുടെ കാർത്തികയുടെ അടുത്ത് വന്നു, മോളെ ഞാനിന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് മോള് പറഞ്ഞതുപോലെ തന്നെ വഴിപാടും കാര്യങ്ങളും ഒക്കെ ചെയ്തു. എന്തായാലും എൻ്റെ മോൾക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുമ്പം അതെ അച്ഛൻ അതുപോലെയുള്ളൊരു പ്രവൃത്തിയല്ലേ ചെയ്തത്. നാരീപൂജ എന്ന് പറഞ്ഞാൽ അത്രയും പുണ്യമുള്ളൊരു പ്രവൃത്തി ഇനി വേറെ കിട്ടാനില്ല. മോൾക്കറിയാലോ, മോളുടെ അമ്മയുടെ കാര്യമൊക്കെ മോള് എന്നോട് പറഞ്ഞതാണല്ലോ. ആ ആളെ എനിക്കൊന്ന് കാണണമെന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനൊന്നും ഉള്ള സമയമായിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് അച്ഛനെ നേരത്തെ കണ്ടൊക്കെ നല്ല പരിചയമുണ്ട്. എൻ്റെ അച്ഛൻ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെയാണ് ഈ അച്ഛനും ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക പ്രകാശൻ്റെ മനസ്സിലേക്ക് ആ ഒരു സ്നേഹത്തിൻ്റെ തരികൾ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കിനും പ്രകാശം പറഞ്ഞു, അതെ മോളെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ പറയുമ്പം മോൾക്ക് മറ്റൊന്നും തോന്നരുത്. മോളെ ഞാൻ എൻ്റെ 2 പെൺമക്കളെയും എൻ്റെ മോനെയും ഒരേ രീതിയിൽ തന്നെയാണ് കണ്ടതും വളർത്തിയതും ഒക്കെ. പക്ഷെ എൻ്റെ മോൻ മാത്രമേ എന്നെ തിരിച്ച് ആ അളവിലൊക്കെ സ്നേഹിച്ചിട്ടുള്ളൂ. എൻ്റെ പെൺമക്കളാണെങ്കിൽ അവരുടെ കല്യാണ ശേഷം അവർ 2 പേരും എന്നെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലായി. ഇപ്പം മോൾക്കറിയാലോ, എൻ്റെ ഭാര്യയാണെങ്കിൽ കല്യാണിയോടൊപ്പം കിരണിൻ്റെയും കല്യാണിയുടെയും വീട്ടിലാണ് താമസിക്കുന്നത്. അവൾ പോലും എന്നെ കണ്ടില്ലെന്ന് നടിച്ചു. അങ്ങനെ എല്ലാവരും ഉപേക്ഷിച്ചു പോയ ഞാനാണെങ്കിൽ ആകെ സങ്കടത്തിലായിരുന്ന ആ ഒരു സമയത്താണ് മോള് മാലാഖയെ പോലെ വന്നത്. മോള് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വിതറിയത്, എൻ്റെ വിക്രത്തിനെ ജയിലിൽ നിന്നൊക്കെ ഇറക്കിയതും. എന്തായാലും എൻ്റെ മോള് അങ്ങനെയുള്ളൊരു നല്ല പ്രവൃത്തി ചെയ്തത് അച്ഛൻ ഒരിക്കലും മറക്കില്ല. ഇപ്പതാ മോൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ മോളുടെ അമ്മയെ കൂട്ടാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ കാർത്തിക ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ്. പ്രകാശ താൻ എന്തായാലും കാത്തിരുന്ന് തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വളർത്തിയെടുത്തോ. ഒരു കാലത്തും നടക്കാത്തൊരാഗ്രഹത്തിനാണ് താൻ ഇങ്ങനെ മനസ്സിലിട്ട് താലോലിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാർത്തിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രകാശം പറഞ്ഞു, എനിക്കിപ്പം മോളുടെ അമ്മയെ കുറിച്ചിട്ട് കണ്ടില്ലെങ്കിൽ കൂടി എനിക്ക് എന്തൊക്കെയോ ഒരു സ്പാർക്ക് തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ തൻ്റെ മനസ്സിലുള്ള ആ ഒരു പ്രണയ സങ്കല്പങ്ങളൊക്കെ കാർത്തികയോട് വിളമ്പുകയാണ്. കാർത്തിക പറഞ്ഞു, അച്ഛൻ എന്തായാലും ഒരു കാരണവച്ചാലും സങ്കടപ്പെടണ്ട കേട്ടോ. ഞാനും എൻ്റെ അമ്മയും ഒക്കെ എപ്പോഴും അച്ഛനോടൊപ്പം തന്നെ ഉണ്ടാവും. അച്ഛനെ തള്ളിക്കളഞ്ഞ മക്കളെക്കാട്ടിലും അച്ഛനെ സ്നേഹിക്കാനായിട്ട് ഞാനും വിക്രവും ഒക്കെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് പ്രകാശനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീടാണെങ്കിലോ പിറ്റേ ദിവസം രാവിലെ ആയി നമ്മുടെ കിരണും കല്യാണിയും ഒക്കെ കൂടി വീട്ടിൽ നിന്ന് നമ്മുടെ കല്ലുമോന് ഉമ്മയൊക്കെ കൊടുത്തു. ദീപയോടും യാത്ര പറഞ്ഞ് നമ്മുടെ കല്യാണി ഇറങ്ങുകയാണ് ഡൽഹിയിലേക്ക് പോകാനുള്ള ആ ഒരു യാത്ര. അങ്ങനെ നേരെ രൂപയുടെ വീട്ടിലെത്തി. അപ്പോൾ രൂപയും സേനനും ഒക്കെ ക്ഷണിച്ചല്ലോ. അവരുടെ അടുത്ത് കുറച്ച് സമയം ചെലവഴിച്ചിട്ട് അവിടെ നിന്ന് പോകാനാണ് കല്യാണിയുടെ പ്ലാന്. അങ്ങനെ വീട്ടിലെത്തിയതും കല്യാണിയെ കണ്ടതും, എന്താ മോളുടെ മുഖത്ത് എന്താ ഒരു സങ്കടമെന്ന് രൂപ ചോദിക്കാം. അമ്മ കല്ലുമോനെ പിരിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ലല്ലോ. എനിക്ക് മോനെ പിരിഞ്ഞതിൻ്റെ ഒരു സങ്കടമൊക്കെയാണ്. ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ടമ്മേ, ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷന് പോണോ വേണ്ടയോ എന്ന് പോലും.
മോളെ ഒരിക്കലും നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നീ ചിന്തിക്കേണ്ടത് നിനക്ക് ഇനി വരാൻ പോകുന്ന നല്ല ഭാവിയെ കുറിച്ചിട്ടാണ്. നീ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇത്രയും അങ്ങ് ഉയർന്നു വന്നില്ലേ. പ്രകാശൻ എന്ന് പറയുന്ന ആ തന്ത വളർത്തിയ രീതി അല്ലല്ലോ എൻ്റെ മോൾക്ക് ഉയരങ്ങളിലെത്താൻ സാധിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രൂപയും സേനനും കൂടെ തങ്ങളുടെ മരുമോളെ ഇങ്ങനെ പുകഴ്ത്തുമ്പോഴത്തേക്കിന് കിരൺ പറഞ്ഞു, അമ്മ ഇത് തന്നെയാണ് ഞാൻ ഇവളുടെ അടുത്തും പറഞ്ഞത്. ഇവളാണെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. എന്തായാലും കുറച്ച് സമയം നമുക്കിവിടെ അടിച്ചു പൊളിച്ചിട്ട് അതിനുശേഷം എൻ്റെ കല്യാണിയെ ഞാൻ സന്തോഷത്തോടു കൂടി യാത്രയാക്കുമെന്ന് കിരൺ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ കല്യാണിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. കല്യാണിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ കാർത്തിക നമ്മുടെ പ്രകാശൻ പറഞ്ഞ കാര്യങ്ങൾ, അപ്പൊ പ്രകാശൻ വിവാഹത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ മുഴുവനും കാർത്തിക അവളുടെ അമ്മയെ വിളിച്ച് പറയുകയാണ്. അപ്പം അവരാണെങ്കിൽ ഈ കാര്യം കേട്ടതും ദേഷ്യം വന്നിട്ട് അവർ ചാടി ഇങ്ങ് എഴുന്നേക്കുക. പ്രകാശനെ, അവനെ ഞാൻ ഇനിയും ഇട്ട് തട്ടിക്കളിക്കും. ഒരു എലിയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പൂച്ച എങ്ങനെയാണോ ഇട്ട് തട്ടുന്നത് അത് കണക്കിന് ഞാൻ പ്രകാശനെ തട്ടിക്കളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാർത്തിക പറഞ്ഞു, അമ്മേ എന്തായാലും ഇതിനൊക്കെ ഒരു അന്ത്യം വേണ്ടേ? അതേ മോളെ, പക്ഷേ ആ അന്ത്യം ആകാനായിട്ടുള്ള സമയമായിട്ടില്ല. അവൻ ഇനിയും സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടട്ടെ, അവന്റെ അവസാനത്തെ സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ സംസാരിക്കുന്നത് കാണിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ ബഗാസുരൻ ചില പ്ലാനുകളൊക്കെ ഇടുന്നുണ്ട്. ഡൽഹിയിലേക്ക് നമ്മുടെ കല്യാണി പോകുന്ന വിവരങ്ങളൊക്കെ മണത്തറിഞ്ഞിരിക്കുവാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രകാശൻ കല്യാണിക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടേഷനും കാര്യങ്ങളും ഒക്കെ ഒരുക്കുന്നതും കാണിക്കുകയാണ്. അപ്പോൾ അതാ അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള എപ്പിസോഡാണ് നാളെ വരാനിരിക്കുന്നത്. ആരും മിസ് ചെയ്യരുത്, എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.